ഹലോ വെൽക്കം ബാക്ക് ടു ഹാപ്പി എസ്കേപ്സ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. എനിക്ക് എന്താ പറയുക, വീഡിയോ എടുക്കാനുള്ള ഒരു ഇതൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ഇനി നല്ലൊരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നന്നാക്കണം, മാക്സിമം നന്നാക്കണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഞായറാഴ്ച ഓഫാണല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളും ക്ലീനിങ്ങും ഒക്കെയാണ്. അപ്പോൾ നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെൽക്കം ബാക്ക് ടു ഹാപ്പി എസ്കേപ്സ്. ഞാൻ എണീച്ച് ബ്രഷൊക്കെ ചെയ്ത് ഇരിക്കുക കേട്ടോ ഓൾറെഡി. അപ്പോൾ ഇനിയും നമ്മൾ കുക്കിങ്ങിലോട്ടാണ് കിടക്കുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും, പക്ഷേ നമുക്ക് ലഞ്ച് അടിപൊളിയാക്കണം. ലഞ്ച് ഞാനൊരു ഗീ റൈസൊക്കെ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ മൈൻഡ് മാറുമെന്നറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഈ ഗീ റൈസ് എന്നുള്ളത് മാറ്റിക്കളയും. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇപ്പം തന്നെ നമുക്ക് അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം, പോകാം. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ, എന്നിട്ട് ഗീ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഗീ റൈസ് ഇപ്പോൾ ഉണ്ടാക്കാൻ നിന്നാൽ ലേറ്റ് ആവും. അപ്പോൾ ലേറ്റായാൽ പിന്നെ സ്കിപ്പ് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അവൽ നനച്ചതാണ് ഞാൻ കഴിക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ടൊരു സംഭവം കേട്ടോ. ചെറുപ്പം മുതലേ അവലൊക്കെ നനച്ചത് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഇതൊന്നും ആകുമ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യില്ല എന്നതാണ് വേറൊരു കാര്യം. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും എറണാകുളത്ത്. ഇപ്പം തന്നെ കണ്ടാൽ ഞാൻ അങ്ങനെ വേർത്തൊലിക്കുന്നുണ്ട്. എനിവേ, ഇന്ന് ഒരുപാട് പരിപാടികളൊന്നും ഇല്ല. ലൈക്ക് കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്ത് പോവും. എന്താണെന്ന് വെച്ചാൽ കണ്ണൻ ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ ഊബറൊക്കെ വിളിച്ച് വേണം പോവാൻ. ഇത് കുറച്ച് എന്താണ് വെയിലൊക്കെ എങ്ങനെയാണെന്ന് നോക്കട്ടെ. എന്തായാലും പുറത്ത് പോവുകയാണെങ്കിൽ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഞാനിങ്ങനെ കുറേ വീഡിയോസ് എടുത്ത് വയ്ക്കും കേട്ടോ. എഡിറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഓക്കെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും, ഞാൻ എഡിറ്റ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ ഞാനതാണ് ലൈക്ക് എല്ലാം എടുക്കാം, മൈൻഡ് സെറ്റാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നിങ്ങൾ ഗീ റൈസ് ഉണ്ടാക്കുന്നത് കാണിക്കും. ഞാനൊരു പ്രോയൊന്നല്ല കേട്ടോ. ഗീ റൈസ് ഞാനൊരു തട്ടിക്കൂട്ട് ഗീ റൈസൊക്കെയാണ് ഉണ്ടാക്കുക, പക്ഷേ നിങ്ങളെ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇപ്പം നമ്മൾ വെച്ചേക്കുന്നത് കാണുന്നുണ്ടോ അറിയില്ല. ഓക്കെ, ഗീ റൈസിനുള്ള അരി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പരിപാടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂടുവെള്ളം ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ കുടിക്കാൻ വേണ്ടി ബോട്ടിലാക്കി വെക്കണം. നമ്മൾ ബോട്ടിലിൽ വെള്ളമാക്കി വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചും കൂടി വെള്ളം കുടിക്കും. മറ്റേത് നമുക്ക് മടിയാണ്, നമുക്കല്ല എനിക്ക് കേട്ടോ. ഓക്കെ, നിങ്ങളും അതുപോലെ ആണെങ്കിൽ ഈ ചൂടുകാലത്ത് വെള്ളം ഒരുപാട് കുടിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ലൈറ്റ് മോശമാണ്, പക്ഷേ ഇറ്റ്സ് ഓക്കെ. നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് നോക്കണം. ഇഞ്ചി, എന്താണെന്ന് വെച്ചാൽ കുറേ സാധനങ്ങളില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യട്ടെ. അപ്പോൾ വെയിറ്റ്, ഞാൻ ഫോണിൽ നിന്ന് എടുക്കട്ടെ. ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങാം. ഓക്കെ, എന്തൊക്കെയാണ് വാങ്ങിയെന്ന് വെച്ചാൽ ഇവിടെ വെച്ചിട്ട് കാണുന്നില്ല. ഓക്കെ, കുറച്ച് അലമ്പായിട്ട് നടക്കുന്നത് എടുക്കണം. തൈര് വേണം നമുക്ക് സാലഡിലോട്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. പിന്നെ നാരങ്ങ ഇവിടെ ഉണ്ടായിരുന്നു.
ക്യാരറ്റാണ്, പിന്നെ ചിക്കൻ, ഉള്ളി, തക്കാളി, ഇത് ഒരുപാടുണ്ടല്ലോ. ഉള്ളി, തക്കാളി. എന്താണെന്ന് വെച്ചാൽ ഞാൻ വെളുത്തുള്ളി വാങ്ങിക്കണം വിചാരിച്ചു, മറന്നേ പോകും. കുഴപ്പമില്ല, നമുക്ക് വെളുത്തുള്ളി ഇല്ലാണ്ട് ഉണ്ടാക്കാൻ അറിയുമെന്നറിയില്ല, നമുക്കിന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഞാൻ അതിനുള്ള പണികളൊക്കെ തുടങ്ങട്ടെ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല, അതാണ് വേറൊരു കാര്യം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടിരിക്കും. ഞാനങ്ങനെ പറയുന്ന ചിലതൊന്നും ഇടാറില്ല, പക്ഷേ തീരുമാനിച്ച് കഴിഞ്ഞു ഇടുന്നുള്ളത്. ഇട്ടിരിക്കും. ഞാനിപ്പോൾ കുക്കിങ്ങിലൊരു പോവായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ട് ശരിയാവില്ലായിരുന്നു. ഈവൻ തട്ടിക്കൂട്ട് ഗീ റൈസ് ആണെങ്കിൽ പോലും ചിലപ്പോൾ റൈസ് ശരിയാവില്ല, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ കമ്പാരിറ്റീവ്ലി പണ്ടത്തേക്കാൾ നല്ലതാണ് ഇപ്പോൾ ഉണ്ടാക്കുന്ന ഗീ റൈസിന്. കണ്ണൻ്റെ അപ്രൂവൽ കിട്ടി, അതുകൊണ്ടാണ് ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഒരു എന്താ പറയുക ആവേശം. ആക്ച്വലി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല, അപ്പുറത്തുനിന്ന് കുറേ അപശബ്ദങ്ങൾ കേൾക്കുന്നത് കൊണ്ട് സാരമില്ല, നിങ്ങളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ ഇവിടെ നോക്കിയിട്ട് സംസാരിക്കുന്നത് തോന്നുന്നു. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. കാരണം ഇപ്പം പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല, പണിയാണ്. ഇവിടെ ആകെ മെസ്സിയായിട്ടാണ് കിടക്കണത്. ഞാൻ കാണിച്ചേരെ, കണ്ടോ? ഇതൊക്കെ ഞാനൊന്ന് സെറ്റാക്കി വരട്ടെ, എന്നിട്ട് കാണിച്ചു തരാം മമ്മി. അപ്പോൾ ഇങ്ങനെയുള്ളത് ഇങ്ങനെ ആക്കുമ്പോഴേക്കും നമുക്ക് മാറി വൃത്തിയായി വരണം. റീൽസിലൊക്കെ കാണാറില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ട് വരാം. വെച്ചാൽ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ റെഡിയാക്കണതിന് മുന്നേ ഗീ റൈസൊക്കെയുള്ള ഈ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന അരി നമുക്ക് വേവിക്കാനിടാം. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഇടാം. ഈ വെള്ളത്തിൽ ഇപ്പോൾ ഞാൻ ഇതിങ്ങനെ വെച്ചേക്കുന്നു. ഇതിലിപ്പോൾ നമ്മൾ പട്ട, ഗ്രാമ്പൂ അങ്ങനത്തെ സംഭവങ്ങൾ ഇട്ടിട്ട് കുറച്ച് ഉപ്പും നാരങ്ങയും, പിന്നെ എന്താ കുറച്ച് ഉപ്പും നാരങ്ങ, പിന്നെ കുറച്ച് നെയ്യും കൂടെ ഇട്ടിട്ട് നമ്മളത് വേവിച്ച് എടുക്കാം. അത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ടിങ്, സവാള, ടൊമാറ്റോ ഒക്കെ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കത് ചെയ്യാം. എനിക്കത് കറക്റ്റായിട്ട് കാണുമ്പോൾ അറിയില്ല. നമുക്ക് ഇതിപ്പോൾ ചൂട് വെള്ളമാണെങ്കിൽ നമുക്ക് ഇതിലോട്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, പട്ടയും ഗ്രാമ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഈ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന അരി ഇടുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് വെന്ത് കഴിഞ്ഞാൽ എടുത്തിട്ട് നമ്മൾ വാർത്ത് വെക്കുകയെന്ന് പറയും ചിലവർ. എന്താ പറയുക, ഇവിടെ എറണാകുളത്തൊക്കെ വേറെ എന്തോ ആണ് പറയുക. നമ്മളവിടെ മലപ്പുറത്തുകാർ നമ്മൾ ചോറ് വാർക്കുക എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മളിത് വാർക്കുന്നു, പിന്നെ ഇതിലോട്ട് ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നു. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അതും കൂടെ ഇതായിട്ട് കാണിച്ചാൽ അപ്പോഴേക്കും ഞാൻ ബാക്കി ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചിക്കനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കും. ഇതവിടെ റെഡിയായിട്ടുണ്ട്. നമ്മൾ റൈസ് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ബാക്കി ഇതൊക്കെ ഇവിടെ കിടക്കുന്നേ ഉള്ളൂ, റെഡിയാക്കണ്ടേ നമുക്ക്. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കിയിട്ട് കാണാം. നമ്മളൊരു ട്രാൻസ്ഫർമേഷൻ പറഞ്ഞിരുന്നില്ലേ? യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ എല്ലാം സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 2 സവാള മാറ്റി വെച്ചിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ സാലഡിക്ക് എടുക്കാം എന്നുള്ള മൈൻഡിലാണ്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കിങ് തുടങ്ങാം.
പണ്ട് എവിടെയോ കേട്ടിട്ടുണ്ട് സ്റ്റൗവിൻ്റെ അടുത്ത് ഫോൺ വെക്കരുത് എന്നുള്ളത്. ടെൻഷനാവും. ഇതിങ്ങനെ ഓക്കെ, ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് ക്ലീനിങ്ങും കൂടെ ചെയ്യാനുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാലേ കുക്കിംഗ് തുടങ്ങിയപ്പോൾ എനിക്ക് കൂടെ മാനേജ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ക്ലീനിങ്ങും നടത്തിയിട്ടുണ്ടായി. ഇനിയിപ്പോൾ ഈ റൂമും കൂടെ ക്ലീൻ ചെയ്യാനുള്ളൂ. വളരെ ഒരു സ്ലോ ഡേ ആണ് സൺഡേ എന്നുള്ളതാണ്. എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല. എനിക്ക് വേറെ ഒന്നും ചെയ്യിക്കാനില്ല ഈ ഒരു ദിവസം. ഞാൻ ഏതൊരു വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാന്നൊക്കെ. അതിനുശേഷം വീഡിയോ തന്നെ ഇല്ല എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. 2026 എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല എന്ന്, ലോങ് വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷേ ഇതായിരിക്കും ഫസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടും എന്നുള്ള എന്താ പറയുക ദൃഢനിശ്ചയമാണ്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്, ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഇന്ന് കുറച്ച് നേരം ഉറങ്ങിയിട്ട് ഞാൻ റെഡി ആയിട്ട് ഞാൻ എൻ്റെ സിസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു. എറണാകുളത്ത് തന്നെയാണ്. അപ്പോൾ മേ ബി അവളെ കാണാൻ പോവും. കുറച്ച് നേരം റീൽസൊക്കെ കണ്ടിരിക്കാം, അതാണ് പണി. ചിലപ്പോൾ ഉറങ്ങും. ലൈക്ക് ചൂടാണ്, അപ്പോൾ പുറത്തിറങ്ങാൻ മടിയാവുന്നുണ്ട്. പക്ഷെ നമ്മൾ പോകും. അപ്പോൾ നമ്മൾ പുറത്ത് പോകാൻ നിൽക്കുകയാണ്. റെഡിയാവണം, കാണിച്ചു തരാം. റെഡി വന്നത് ഡ്രസ്സൊക്കെ മാറ്റി തരാം. ഓക്കെ, ബൈ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് ഞാൻ എൻ്റെ സിസ്റ്റർ അടുത്തേക്കാണ് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് ഗീ റൈസൊക്കെ പാക്ക് ചെയ്യണം അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് പാക്ക് ചെയ്യാം, ഇറങ്ങാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഊബർ ഇപ്പോൾ എത്തും താഴെ. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങാണ്. ഞങ്ങൾക്കത് ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ബായ്, അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞാൻ എത്തി മീനുവിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രമ്യ എൻ്റെ കസിനാണ്. അപ്പോൾ നമ്മൾ 3 പേരും കൂടിയിട്ടാണ് പോകുന്നത്. എങ്ങോട്ടാണെന്ന് വെച്ചാൽ അവിടെ അടുത്തുള്ള സുഭാഷ് പാർക്കിലോട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ പോകുന്നത്. അപ്പോൾ അവിടെയുള്ള സൺസെറ്റ് കാണാൻ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ 3 പേരും കൂടിയ ആകാശത്തിന് താഴെയുള്ളതിനെക്കുറിച്ചെല്ലാം ചർച്ചയാണ്. അപ്പോൾ എന്തായാലും എങ്ങനെ ഇടയ്ക്കൊക്കെ കൂടത്തുള്ളൂ. അപ്പോൾ നല്ല രസമല്ലോ, കുറേ നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ സുഭാഷ് പാർക്കിലെത്തി. ഭയങ്കര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിങ്ങനെ അവിടെ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഇരിക്കാൻ വേണ്ടി കഥ പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള സ്ഥലത്തിനുള്ള ഒരു ഓട്ടമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഒരു നല്ല സ്ഥലത്ത് എത്തി. അപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു സണ്ണൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ സ്ഥലം പിടിച്ചു. അപ്പം ഞാൻ ഒരു ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പോകുന്നത്. ആക്ച്വലി ഭയങ്കര ചൂടായിരുന്നു അന്ന സമയത്ത്. ഇപ്പോൾ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ആകെ മടിയാവുന്നുണ്ട്. വിക്രാന്ത്
സൺസെറ്റൊക്കെ കണ്ടിരുന്നു. സമയം പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. അപ്പോൾ 3 പേരും 3 സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും അവരവരുടെ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ബസ് കയറി